നമ്മൾ ഈ ജീവിതത്തെ ധന്യമാക്കുന്നത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നന്നാക്കാം. 3 പോയിന്റ് മനസ്സ് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നതല്ല മനസ്സിനെ നന്മ ചെയ്യാനുള്ള പ്രവൃത്തി. ഇന്ന് ഹിന്ദുക്കൾക്കൊരു ധാരണയുണ്ട്, ഞാൻ രാവിലെ ഓഫീസിൽ പോവും, അത് കഴിഞ്ഞ് ഞാൻ വരും, കുറച്ച് നേരം വീട്ടിലിരിക്കും, പേപ്പറൊക്കെ വായിക്കും, പിന്നെ കുളിച്ച് നാമം ജപിക്കും, പിന്നെ 3 മഹായജ്ഞം ചെയ്യും. 1 പരസ്പരം, 2 ചന്ദനമഴ, 3 കറുത്ത മുത്ത്. ഇത് 3 കണ്ടാൽ ഒരു ദിവസം ധന്യമായി. കുത്തുവാള എടുപ്പിക്കാൻ മനുഷ്യനെ അത് കൂടുതലും നായർ സ്ത്രീകളാണ് ഇരിക്കുന്നത്, എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ കൃഷ്ണേട്ടൻ എന്ന ആ പാവയെ ഈ അമ്മച്ചി, സ്വബോധമില്ലാത്തൊരമ്മച്ചി, ഈ അതിലെ സീരിയലുകളിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ച കണ്ണും മൂക്കും മുഖമുള്ള കുറേ പാർട്ടീസ്. അത് കണ്ടിട്ട് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പണിയില്ലാത്തതുകൊണ്ട് ഈ പണിയില്ലാത്തവരോട് തന്നെ ചോദിക്കുക, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? എവിടെയാ സാറേ സമയം? ഈ പണിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ മുമ്പിൽ ഭഗവത്ഗീത വായിക്കണമെന്ന് ഞാൻ പറയണില്ല, പണിയില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ ചോദിക്കുകയാണ്. വേണമെങ്കിൽ വായിക്കൂ, വേണ്ടെങ്കിൽ വേണ്ട. എത്ര ധന്യമായ രീതിയിൽ മക്കളുടെ കൂട്ടത്തിലിരിക്കാം, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാം. അവരുടെ സ്കൂളിൽ അവർക്ക് സംഭവിച്ചത് എന്തെല്ലാമാണ്, അവർ ടീച്ചേഴ്സ് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, അത് മനസ്സിലായോ? ആ കുട്ടിയെ അഭിനന്ദിക്കാം, അനുമോദിക്കാം, ആശീർവദിക്കാം, അവൻ്റെ ദുഃഖങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കാം. ആ കുട്ടിയെപ്പോലെ, നിന്നെപ്പോലൊരു കുട്ടിയെ കിട്ടിയത് എൻ്റെ പുണ്യമാണ് എന്നൊന്ന് പറയാം. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ നന്മകൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ 24 മണിക്കൂർ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ചിലർ പറയാറുണ്ട് വളരെ ഇതായിട്ട്, എവിടെയാ സാറേ സമയം? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതാ. ഒബാമയ്ക്കും 24 മണിക്കൂറേ ഉള്ളൂ, മോഡിക്കും 24 മണിക്കൂറേ ഉള്ളൂ, ഒസാമയ്ക്കും 24 മണിക്കൂറേ ഉള്ളൂ, ഹിറ്റ്ലർക്കും 24 മണിക്കൂർ, ഉമ്മൻചാണ്ടിക്കും 24 മണിക്കൂർ, ജി സുകുമാരൻ നായർക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിൽ കൂടുതൽ ആർക്കും കൊടുത്തിട്ടില്ല. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളല്ലേ ഡോക്ടർ APJ അബ്ദുൽ കലാം? ലോകത്തിൽ മുഴുവനും മാറ്റിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ? അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം? ശരിക്ക് നമ്മൾ എന്നും വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന, ഒരു പക്ഷേ ചെയ്യേണ്ടതായ വ്യക്തിയാണ് ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറെ കുറിച്ചൊരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമ 2.5 മണിക്കൂർ സിനിമ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടാൽ നിങ്ങൾ അന്ന് ഊണ് കഴിക്കില്ല. എന്താ കാരണം അറിയോ? ഒരു മനുഷ്യൻ 5 അടി 1 ഇഞ്ച് പൊക്കമുള്ളൊരു മുടന്തൻ, വലത്തേക്കാല് സ്വാധീനമില്ല, സെമി പോളിയോ വന്ന ആള് ഈ ലോകത്തിലെ 47 രാജ്യങ്ങളിലൂടെ പാറ്റന്റ് ടാങ്ക് കൊണ്ടുപോയി വിറപ്പിച്ച് ലോകത്തെ കീഴടക്കിയ മനുഷ്യൻ. അയാൾ ചെയ്ത പ്രവൃത്തി മാത്രം ഓർക്കുക, അയാളെ ഓർക്കണ്ട. ആ ഒരു മനുഷ്യനത് സാധിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? നമ്മുടെ മനസ്സിൽ ഇച്ഛാശക്തിയും, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിൽ ജ്ഞാനശക്തിയും ശരീരാവയവത്തിൽ ക്രിയാശക്തിയും ഉണ്ടാക്കാൻ മനസ്സിൽ മാറ്റം വരണമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ കുട്ടികളും കഥകൾ കേൾക്കണം, നല്ല കഥകൾ കേൾക്കണം. ആ കഥകളിൽ നിന്ന് സന്ദേശമെടുത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവരായി മാറണം. ഇവിടെ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തു മാത്രമേ ബെഡ് റെസ്റ്റ് എടുക്കാറുള്ളൂ. അറിയോ നിങ്ങൾക്ക്? 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തു മാത്രമേ ബെഡ് റെസ്റ്റ് എടുക്കാറുള്ളൂ. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തു മാത്രമേ വേണ്ടതിനും വേണ്ടാത്തതിനും സിസേറിയൻ ഓപ്പറേഷൻ നടത്തി അകത്തുള്ള കുട്ടിയെ പുറത്തെടുക്കാറുള്ളൂ. മറ്റൊരു മൃഗവും ചെയ്യാറില്ല. വെറുതെ ചിന്തിച്ചു നോക്കാം. കമ്പാരിസണ് വേണ്ടി പറഞ്ഞതല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് മാറ്റം വരണമെങ്കിൽ ഭാരതീയ പൈതൃകം നല്ലൊരു വിഷയമാണ്.
ആ ഭാരതീയ പൈതൃകത്തിലെ ആധാരശിലകൾ പഠിക്കാത്ത നമ്മൾ, അറിയാൻ ആഗ്രഹമില്ലാത്ത നമ്മൾ, അറിയാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന നമ്മൾ, അവരോടെല്ലാവരോടും പറയാനുള്ളത് അദ്വൈതത്തെക്കുറിച്ചും ദ്വൈതത്തെക്കുറിച്ചും എത്താൻ ബുദ്ധിമുട്ടാണ്. ആരാധ്യനായ സംപൂജ്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ ആചാര്യൻ പറഞ്ഞതുപോലെ, എൻ്റെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നായർ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ 1/3 ഭാഗം ഹിന്ദു സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ 3ാമത്തെ 1/3 ഭാഗം എൻ്റെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഈ 3 വരികൾക്ക് തുല്യമായ അതിമഹത്തായ സന്ദേശം നൽകിയിരിക്കുന്ന ഒരു ആചാര്യൻ്റെ പരമ്പരയിൽപ്പെട്ട നമ്മൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്, എക്സ്പാൻഷൻ ഈസ് ലൈഫ്. കോൺട്രാക്ഷൻ ഈസ് സിൻ ആൻഡ് എക്സ്പാൻഷൻ ഈസ് വെർച്യു. ഇത് വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഞാൻ ചുരുങ്ങി എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരവസ്ഥ. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകള്, ഇങ്ങനെ നമ്മളാവുന്നു. ഞാൻ ഉപദേശിക്കുകയല്ല. ഗോപാലകൃഷ്ണൻ ഇത് പറയാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സ്വാഗതം പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഗോപാലകൃഷ്ണന് എത്ര ഡിഗ്രിയാണോ ഉള്ളതെന്ന് അങ്ങേര് തന്നെ ഓർക്കുന്നുണ്ടോയെന്ന്. സ്വബോധത്തിലാണ് ഞാൻ ഡിഗ്രി എടുത്തത്. ഇപ്പോഴും സ്വബോധത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ മറന്നൊന്നും പോയിട്ടില്ല. എല്ലാം ബോധത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം നെഗറ്റീവ് ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, കൂടുതലുണ്ടെന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറഞ്ഞത്. ഞാൻ ഇത്രയും കാലം നമുക്ക് ജീവിക്കുന്നു എങ്കിൽ അത്രയും കാലം പഠിക്കാനും പഠിപ്പിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ഒരവസരവും നമ്മളെ അന്വേഷിച്ച് വരില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉയർത്താൻ നമ്മളുടെ ലെവല് ഗ്രൗണ്ട് ലെവലാണെങ്കിൽ, നമ്മളുടെ ഗ്രൗണ്ട് ലെവല് മലയാളികൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വാക്കിലും മഹത്വമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇംഗ്ലീഷിൽ മരിച്ചു എന്ന് പറയുന്നതിന് പാസ്ഡ് എവേ, ഡൈഡ്, നോ മോർ, 3 വാക്കുകളേ ഉള്ളൂ. പാസ്ഡ് എവേ, ഡൈഡ്, നോ മോർ. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എബ്രഹാം ലിങ്കൺ പാസ്ഡ് എവേ, എബ്രഹാം ലിങ്കൺ ഡൈഡ്, എബ്രഹാം ലിങ്കൺ ഇസ് നോ മോർ, ഒരു കുഴപ്പമില്ല. പക്ഷെ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ലോകത്തുനിന്ന് യാത്ര പോയാൽ ഉപയോഗിക്കുന്ന വാക്ക് വ്യത്യാസമുണ്ട്. എന്താ ഉപയോഗിക്കുക? തിരുവിതാംകൂർ മഹാരാജാവ് നാട് നീങ്ങി, അല്ലേ? കൊച്ചി പരീക്ഷത്ത് മഹാരാജാവ് തീപ്പെട്ടു. രാജാവാണെങ്കിൽ, സന്യാസിയാണെങ്കിൽ മരിച്ചു പറയില്ല, സമാധിയായി. അവതാരമാണെങ്കിൽ മരിച്ചു പറയില്ല, സ്വർഗാരോഹണം ചെയ്തു. അവതാരമാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു. വളരെ വലിയ മനുഷ്യനാണെങ്കിൽ, ഇപ്പം കാണാൻ പറ്റാത്ത വിഭാഗങ്ങളാണ്. വളരെ വലിയ മനുഷ്യനാണെങ്കിൽ ദിവംഗതനായി. കുറച്ചും കൂടി താഴെയാണെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു. കുറച്ചും കൂടി താഴെയാണെങ്കിൽ നിര്യാതനായി. കുറച്ചും കൂടി താഴെയാണെങ്കിൽ മരിച്ചു. ഒരു പ്രയോജനം ഇല്ലാത്തവനാണെങ്കിൽ, ഉപയോഗിച്ച വാക്കുകൾ നോക്കുക, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോന്നും ഉപയോഗിക്കുന്നത്. വളരെ പെർഫെക്റ്റ്. അതേപോലൊരു പെർഫെക്ഷനാണ് 1ാം ക്ലാസ്സിൽ ഈ ഭാരതത്തിൽ 22 ഒഫീഷ്യൽ ഭാഷകളാണ് ഉള്ളത്. 22 ഒഫീഷ്യൽ ഭാഷകളാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇന്നലെയോ മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ആ ഒഫീഷ്യൽ ഭാഷയിൽ മലയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 1ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിലെ 1ാമത്തെ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അവസ്ഥയാണ്. മലയാള പുസ്തകത്തിൽ 1ാം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? തറ. അത് നമ്മുടെ അവസ്ഥ. അത് മറന്നു പോവാതിരിക്കാൻ 2ാമത്തെ വാക്ക് പറ. തറയാണെന്ന് പറ. എത്ര പെർഫെക്റ്റായിട്ട് മലയാളം മുമ്പോട്ട് പോകുന്നേ നോക്കുക. അപ്പോൾ നമ്മളുടെ ലെവല് തറ എന്ന് വെച്ചാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഗ്രൗണ്ട് ലെവല്. നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ, ചിന്തകളെ, കർമ്മത്തെ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ മനസ്സിനെ അസതോമ, സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിനെ അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, ആ പ്രക്രിയയിലേക്ക് വിധേയമാക്കാൻ കഥകൾ കേൾക്കൽ മാത്രമാണ് വഴി. നമ്മുടെ മക്കൾ മുമ്പിലിരിക്കുമ്പോൾ അമ്മേ ഉപദേശം എന്ന് പറഞ്ഞ് വരില്ല. അവരെന്നെങ്ങനെയാ വരിക? അമ്മേ കഥയാണ് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഈ ലോകത്തിലെ
എല്ലാ മനുഷ്യർക്കും കഥ കേൾക്കാൻ. അതുകൊണ്ട് നമുക്ക് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ടായി. കഥകളിലൂടെ മനുഷ്യ മനസ്സിനെ മാറ്റം വരുത്താൻ. ആ കഥകൾ ചരിത്രമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് കഥകൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. കഥകൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണ്? അത് ഹിസ്റ്ററി അല്ല, സ്റ്റോറിയാണെന്ന് ഓർമ്മ വേണം. ഓരോ കഥ പറയുമ്പോഴും നമ്മളുടെ മനസ്സിൽ സംശയം ഉദിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കില്ല. കാരണം അത് ചരിത്രമല്ല, അത് കഥയാണ്. അതുകൊണ്ട് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിലെ 65,000 ശ്ലോകങ്ങളും കഥകളാണ്. അപ്പോൾ പുരാണങ്ങളിലെ കഥകൾ, മഹാഭാരതത്തിൻ്റെ പകുതി കഥകൾ, മഹാഭാരതത്തിൻ്റെ രണ്ടാമത്തെ പകുതി പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെയും ജീവിതാനുഭവങ്ങൾ, പ്ലസ് രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ, രാമനുമായി ഒരുമിച്ച് വരുന്ന 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനാണ് കഥകൾ കേൾക്കേണ്ടത്. രണ്ടാമത്തെ ലെവല് അനുഭവങ്ങൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾപ്പിക്കണം. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഉയർന്നു എന്ന് വിചാരിക്കാം. അപ്പം കഥകളുടെ ആവശ്യമില്ല. അനുഭവങ്ങൾ, APJ അബ്ദുൽ കലാമിൻ്റെ അനുഭവം, അതുപോലെ മഹാത്മാഗാന്ധിയുടെ അനുഭവം, അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസരുടെ, വിവേകാനന്ദൻ്റെ, മന്നത്ത് പത്മനാഭൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ, ചട്ടമ്പി സ്വാമികളുടെ, ഇവരുടെ എല്ലാം അനുഭവങ്ങൾ പഠിക്കാൻ എത്ര നേരം വേണം? ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ ആൻഡ് ടൈം പ്ലസ് എനർജി ആൻഡ് നോളജ്. ആ മനസ്സുണ്ടെങ്കിൽ മതി, ഇതെല്ലാം സാധിക്കും. ജീവിതാനുഭവങ്ങൾ, അത് ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായ അനുഭവവും കേൾക്കണം. ഒരു മുക്കുവ കുടിലിൽ ജനിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനുമായ അനുഭവങ്ങൾ കേൾക്കണം. അമ്മയുടെ അനുഭവങ്ങളും മക്കളുടെ അനുഭവങ്ങളും. ആ അനുഭവങ്ങളാണ് ഗാന്ധാരിയുടെ അനുഭവം, ധൃതരാഷ്ട്രരുടെ അനുഭവം, പാണ്ഡവരുടെ അനുഭവം, കൗരവരുടെ അനുഭവം, ഭീഷ്മരുടെ, ദ്രോണരുടെ, കർണൻ്റെ അനുഭവ പരമ്പരകൾ, ദശരഥൻ്റെ അനുഭവം, കൈകേയിയുടെ അനുഭവം, മന്ദരയുടെ, രാമൻ്റെ 4 സഹോദരന്മാരുടെ, ദശരഥൻ്റെ 3 പത്നിമാരുടെ, രാവണൻ്റെ, കുംഭകർണൻ്റെ, വിഭീഷണൻ്റെ, അതുപോലെ ബാലിയുടെ, സുഗ്രീവൻ്റെ, ജടായുവിൻ്റെ അനുഭവം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അനുഭവം നിങ്ങൾക്കറിയാം, നിർഭാഗ്യവശാൽ അറിയാമെന്നുള്ളത് അറിഞ്ഞൂടാ. നമുക്കത് അറിയാം, വി നോ ഇറ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഇഗ്നോറൻറ്റ് ദാറ്റ് വി നോ അബൌട്ട് ഇറ്റ്. ഇത്രയും കാലം പലർക്കും അങ്ങനെയല്ല. വി വേർ ഇഗ്നോറൻറ്റ് അബൌട്ട് ഇറ്റ്, വി ആർ ഇഗ്നോറൻറ്റ് അബൌട്ട് ഇറ്റ്, ആൻഡ് വി ആർ ഇഗ്നോറൻറ്റ് ദാറ്റ് വി ആർ ഇഗ്നോറൻറ്റ്. നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടാ. ഇപ്പം അങ്ങനെയല്ല, കുറേ പേർക്കറിയാം, നല്ലോണം അറിയാം. പക്ഷെ അറിയാമെന്നുള്ളതും ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാരതീയ പൈതൃകത്തിലെ പുരാണങ്ങളിലെ കഥകൾ എക്സാജറേറ്റഡ്, അതിശയോക്തി കലർന്ന കഥകൾ പഠിക്കുന്നത് ലോവർ ലെവലിലുള്ളവരുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ. മഹാഭാരതത്തിലെ പകുതി ശ്ലോകങ്ങൾ അത് കഥകളാണ്. ആ കഥകളും ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ്. മഹാഭാരതത്തിലെ രണ്ടാമത്തെ പകുതി എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ട് എന്നല്ല അർത്ഥം. 1,25,000 കഥകളും അനുഭവങ്ങളും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സെക്കൻഡ് ഹാഫ് എന്നല്ല, 60,000 ശ്ലോകം പാണ്ഡവരുടെയും കൗരവരുടെയും അനുഭവങ്ങളും, രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ രാമൻ്റെ കൂടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉണ്ടായിരുന്നവരുടെയും അനുഭവം. ഇനി നോക്കാം, നമ്മുടെ പുരാണങ്ങളിൽ ഉപദേശങ്ങളുണ്ട്, നമ്മുടെ മഹാഭാരതത്തിൽ ഉപദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു ഉപദേശമാണ് ഭഗവത്ഗീത. രാമായണത്തിൽ ഉപദേശമുണ്ട്, ലക്ഷ്മണോപദേശമുണ്ട്, ഭരതോപദേശമുണ്ട്, വിഭീഷണോപദേശമുണ്ട്, മണ്ഡോദരി കൊടുക്കുന്ന ഉപദേശമുണ്ട്. അപ്പോൾ ഉപദേശങ്ങളാണ് മൂന്നാമത്തെ ലെവലിൽ മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. പുരാണങ്ങളിലുള്ള ഉപദേശങ്ങൾ, മഹാഭാരതത്തിലുള്ള ഉപദേശങ്ങൾ, രാമായണത്തിലുള്ള ഉപദേശങ്ങൾ, നേരിട്ട് ഉപദേശങ്ങൾ മാത്രം തരുന്നത് വേദത്തിലാണ്. ഇപ്പോൾ വേദത്തിൻ്റെ അവസാനത്തെ മന്ത്രം സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത
ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാ ആവ സുസഹാസതി. ഐകമത്യ സൂക്തം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ലോകത്തിലെ 239 രാജ്യങ്ങളിലെയും 239 കൺട്രീസ് UNOയിൽ അഫിലിയേറ്റ് ചെയ്തതും അല്ലാത്തതുമായ രാജ്യങ്ങളിലെ മന്ത്രമായിട്ട് ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 69 മുസ്ലിം രാജ്യങ്ങളും 122 ക്രിസ്ത്യൻ രാജ്യങ്ങളും ഈ മന്ത്രത്തെ ഇന്റർനാഷണൽ മന്ത്ര ഓഫ് യൂണിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്താ അതിന് കാരണം അറിയോ? ഓരോ വാക്കും ഓരോ ഉപദേശമാണ്. സംഘച്ഛദ്വം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. സംവദദ്വം, നമുക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാം. സംവോ മനാംസി ജാനതാം, ഒരേ മനസ്സുള്ളവരായി തീരാം. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ. ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് ചെയ്യാം. സമാനോ മന്ത്രഃ, ഒരേ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സമാനോ മന്ത്രഃ സമിതി, കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടുമ്പോൾ, സമിതി കൂടുമ്പോൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. സമാനോ മന്ത്രഃ സമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വീക്ഷണം ഒരേ രീതിയിലുള്ളതാവട്ടെ. സമാനം മന്ത്രം അഭിമന്ത്രയേവ, ഞാൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് കോംപ്ലിമെൻ്ററി ആവട്ടെ നിങ്ങളുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ കോൺട്രഡിക്ടറി ആകാതിരിക്കട്ടെ, നമ്മുടെ മന്ത്രങ്ങൾ കോൺഫ്ലിക്റ്റിംഗ് ആകാതിരിക്കട്ടെ. അതുപോലെ തന്നെ സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി, ഒരേ ചിന്തയോടുകൂടി നമുക്ക് ഈ അഗ്നിയിൽ ഹവിസ് അർപ്പിക്കാം. സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ. നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഹൃദയമിടിപ്പും ഒരേ താളത്തിലുള്ളതാവട്ടെ. യഥാവ സുസഹാസതി, എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ വാക്കും ഓരോ ഉപദേശമാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ